എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് അല്ലാതിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ലൈക്കും കമൻറ്റും ഒക്കെ നോക്കി സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നതിനിടയിൽ ചിലർ ഇതിനൊന്നും തയ്യാറാവാതിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവനവൻ്റേതായ ഒരു ലോകത്ത് സന്തോഷം കണ്ടെത്തുന്ന ആളുകളുണ്ട്. അവരെന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വാല്യൂ ദെയർ പ്രൈവസി മോർ ദാൻ അറ്റൻഷൻ എന്നുള്ളതാണ്. അവർക്ക് മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടുന്നതിനേക്കാൾ അവർക്കിഷ്ടം സ്വന്തം പ്രൈവസി ആയിരിക്കും. നമുക്കെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എത്ര ലൈക്ക് കിട്ടുന്നു, എത്ര കമൻറ്റ് കിട്ടുന്നു, എത്ര പേരത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നു എന്നതിനൊക്കെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ സന്തോഷവും. ആ ഫോട്ടോ നന്നായിട്ടുണ്ടോ ഇല്ലയെന്ന് നമ്മൾ വിലയിരുത്തുന്നത് പോലും മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കിയിട്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആളുകൾക്ക് എനിക്കറിയാം ഈ ഫോട്ടോ നല്ലതാണെന്ന്, അല്ലെങ്കിൽ എന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് എനിക്കറിയാം, അപ്പോൾ അതിന് വേറൊരാളുടെ അഭിപ്രായത്തിൻ്റെ ആവശ്യമില്ല എന്നവർ കരുതുന്നു. അവരുടെ പ്രൈവസി അവർ കാത്തു സൂക്ഷിക്കുന്നു. എന്തെല്ലാം ആളുകളെ കാണിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം പ്രോഗ്രസ് ഉണ്ടാവുന്നു, യഥാർത്ഥ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചായിരിക്കും അവർ കൂടുതൽ ബോധേഡായിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആളുകളെ കാണിക്കാനായിട്ട് ഒരു വലിയ വാഹനമൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പം അത് കാണുന്ന ആളുകളുടെ കണ്ണിൽ നമ്മൾ വലിയ പണക്കാരനായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്, നമ്മുടെ ശമ്പളത്തിനേക്കാൾ കൂടുതൽ, നമ്മുടെ വരുമാനത്തിനേക്കാൾ ഒരുപാട് കൂടുതൽ ലോണൊക്കെ എടുത്തിട്ട് നമ്മളെ കൊണ്ട് അടച്ചു തീർക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ആ വാഹനം മേടിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ സന്തോഷിക്കുകയായിരിക്കില്ല. നമുക്ക് എപ്പോഴും ആങ്സൈറ്റി ആയിരിക്കും, അയ്യോ എങ്ങനെ ഇത് അടച്ചു തീർക്കുക, ഇത് എപ്പോഴാണ് തീരുക എന്നൊക്കെയുള്ള ലോൺ അടയ്ക്കുന്നതിനെ പറ്റിയുള്ള ചിന്ത മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണോ മറ്റുള്ളവർ കാണുന്നത് അതല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, എപ്പോഴും പ്രൈവസി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ എപ്പോഴും ചിന്തിക്കുക, യഥാർത്ഥ ജീവിതത്തിൽ എന്ത് പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട്, താൻ ആളുകളുടെ മുമ്പിലൊക്കെ പണക്കാരനാണ് എന്ന് കാണിച്ചിട്ട് താൻ കടക്കണിയിലേക്കാണോ പോകുന്നത് എന്നുള്ള ചിന്തയായിരിക്കും ഇയാളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അൺനെസസറി കമ്പാരിസൺ, മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലെങ്കിൽ. നമ്മളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴേ ആളുകൾ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ തുടങ്ങും. ഇല്ലേ, അത് നന്നായിട്ടില്ല കേട്ടോ, ഈ ഹെയർ സ്റ്റൈൽ നിനക്ക് ചേരുന്നില്ല, ഈ ഡ്രസ്സ് മറ്റേയാളിട്ടപ്പോൾ ഇതിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു, നിനക്ക് എന്തോ തടി കൂടുതൽ തോന്നിക്കണോ, അല്ലെങ്കിൽ വല്ലാതെ മെലിഞ്ഞ് തോന്നിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിറം കമ്മിയായി തോന്നുന്നു, അല്ലെങ്കിൽ വിളറിയ പോലെ തോന്നുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബോഡി ഷേമിംഗ് ആയിട്ടുള്ള കമൻറ്റുകൾ വരാൻ തുടങ്ങും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അങ്ങനെ കുറേ പേരങ്ങോട്ട് പറയുമ്പോൾ നമുക്കും തോന്നും തൊട്ട് നന്നല്ലേ നമുക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ അനാവശ്യമായ കമ്പാരിസൺ, ജഡ്ജ്മെൻറ്റ്, ഇതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് കഴിയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കയറി അഭിപ്രായം പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ആളുകൾ സ്വന്തം വ്യക്തിത്വത്തിൽ വളരെയധികം ആത്മവിശ്വാസമുള്ള ആളുകളായിരിക്കും. അവർക്കൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ, അവർക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ അതിൽ പെർഫെക്റ്റ് ആംഗിൾ, ഫിൽറ്റർ, ഇതൊന്നും യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അവർക്കറിയാം അവരെന്താണെന്നുള്ളത്, അവർക്ക് എന്ത് ഭംഗിയാണുള്ളത് എന്നുള്ളതിനെ പറ്റിയൊക്കെ അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കും. അത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് നന്നായി തോന്നണേ എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നതും പെർഫെക്റ്റ് ആംഗിളിൽ നിന്ന് എടുത്തിട്ട് ഈ ആംഗിളിൽ എൻ്റെ ഫോട്ടോ നന്നായിരിക്കില്ല, മറ്റേ ആംഗിളിൽ എടുക്കുമെന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ ഇത് കാണുമ്പോൾ മോശം പറയരുത്, എല്ലാവർക്കും നന്നായി തോന്നണം എന്നൊക്കെയുള്ള മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടിയിട്ട് നമ്മൾ ക്രേവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടുന്ന വലിയ നെറ്റ്വർക്ക്, വലിയ കണക്ഷൻസ്, അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ആഴത്തിലുള്ള ബന്ധങ്ങളിലായിരിക്കും ഇവർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുക. നമുക്കിപ്പോൾ 5000 ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, ഒരുപാട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കാം എന്നൊക്കെ കരുതിയിട്ട് നമുക്കൊരാവശ്യം വരുമ്പോൾ ഈ കാണുന്ന ആളുകളൊന്നും വന്നുകൊള്ളണം എന്നില്ല. നമുക്ക് ഉപകാരപ്പെടുക ആരാണ്? നമ്മൾ നേരിട്ട് നമുക്ക് ബന്ധമുള്ള ആളുകൾ, നമ്മൾ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ബന്ധങ്ങൾ, അതൊക്കെ ആയിരിക്കും നമുക്ക് ഉപകാരപ്പെടുക. ഡിജിറ്റൽ സാന്നിധ്യത്തിനേക്കാൾ അർത്ഥവത്തായ ബന്ധങ്ങളിലായിരിക്കും ഇവർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുക. ചില ആളുകളൊക്കെ ഇങ്ങനെ ടൂർ പോകുന്നത്, വാഹനം മേടിക്കുന്നത്, വീട് വെക്കുന്നത്, ഇതൊക്കെ അവർ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് ഇത് കുറേ പേര് കണ്ടിട്ട് അയ്യോ എത്ര വലിയ വണ്ടിയാണ്, എത്ര വലിയ വീടാണ് എന്നൊക്കെ പറയണം എന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അധികം ആളുകളും ഇങ്ങനെ സോഷ്യൽ മീഡിയയൊക്കെ വളരെയധികം ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പ്രൈവസി സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ വീട്ടിൽ എത്ര പേരാണുള്ളത്, അവർക്ക് സഞ്ചരിക്കാൻ പാകത്തിനുള്ള അവരുടെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു വാഹനമൊക്കെ ആയിരിക്കും അവർ മേടിക്കുന്നുണ്ടായിരിക്കുക. ഇത് ആളുകളെ കാണിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളിങ്ങനെ വലിയ ഇതിലേക്ക് നമ്മുടെ പരിധിയിൽ കവിഞ്ഞ പൈസ ചിലവാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നത്. ഇത് ആളുകളെ കാണിക്കണം എന്നുള്ള ചിന്ത കൊണ്ടാണ്.